മുംബൈ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന തഹാവൂർ ഹുസൈൻ റാണ 17 ദിവസത്തേക്ക് NIA കസ്റ്റഡി വിട്ടെന്ന് പറഞ്ഞു. 18 ദിവസം അല്ലേ? എന്തായിരിക്കും ഇനി നടപടി? അല്ല, റാണയെ ചോദ്യം ചെയ്യുകയാണ്. റാണയുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നലെ റാണ കോടതിയിൽ ഹാജരാക്കി. പട്യാല കോടതിയിലാണ് ഹാജരാക്കിയത്. പട്യാല കോടതിയിലെ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി 2 അഭിഭാഷകരെ റാണയ്ക്ക് നിയമസഹായം, നമ്മളങ്ങനെയാണ് റാണയ്ക്കും പറയാനുള്ളത് പറയാൻ വക്കീലിനെ നമ്മൾ നമ്മുടെ ചെലവിൽ വെച്ച് കൊടുത്തു. പീയൂഷ് സച്ദേവ്, ലക്ഷ്യ ധീർ എന്ന് പറയുന്ന 2 അഭിഭാഷകരാണ്. അവരെ കണ്ടപ്പോൾ അവരുടെ അടുത്തേക്ക് റാണയെ NIA തന്നെ കൊണ്ടുപോയി. ഇപ്പോൾ NIAയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് ഇപ്പോൾ റാണയെ, ലോധി റോഡിലുള്ള NIA ഹെഡ് ക്വാർട്ടേഴ്സിലാണ് റാണയെ താമസിപ്പിച്ചിരിക്കുന്നത്. റാണയുടെ മുറിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയുന്നത് 14 അടി നീളവും 14 അടി വീതിയുമുള്ള ഒരു ചതുരത്തിലുള്ള മുറി 14 അടി നീളമേ ഉള്ളൂ, 14 അടി വീതിയേ ഉള്ളൂ. അപ്പോൾ ഒരാൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ കഴിഞ്ഞുകൂടാ. ഓടാനും ചാടാനൊന്നും പറ്റില്ല. 6 അടിയാണല്ലോ ഒരു മനുഷ്യൻ്റെ വലിപ്പം. ആ 2.5 മനുഷ്യരുടെ വലിപ്പത്തിലുള്ള ഒരു മുറി, ആ മുറിയുണ്ട്. മുറിയിൽ റാണയെ കിടത്തിയിരിക്കുകയാണ്. റാണയ്ക്ക് ഒരു ജിം സ്യൂട്ട്, ബ്രൗൺ നിറത്തിലുള്ള ജിം സ്യൂട്ടാണ് ധരിച്ചിരിക്കുന്നത്. അയാൾ ധരിച്ചിരിക്കുന്നത് കാലിലിട്ടിരിക്കുന്ന ക്രോക്സിൻ്റെ ചെരുപ്പാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ പട്യാലയിലുള്ള ലോധി റോഡ് NIA കരുതലിലുള്ള പറയുന്നത്. NIAയുടെ ബിൽഡിങ്ങിലാണ്. NIAയുടെ ബിൽഡിങ്ങിൽ എവിടെയാണെന്ന് അറിയില്ല. മാധ്യമപ്രവർത്തകർ ഊഹിക്കുന്നത് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം ഈ തടവറയുള്ളത്. സാധാരണ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കാനാണ് സാധ്യത. കുറേ എന്തെങ്കിലും ഒരു അറ്റാക്കൊക്കെ വന്നാലും രക്ഷപ്പെടുത്താൻ എളുപ്പം ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കും. അതുകൊണ്ട് മുകളിലത്തെ നിലയൊക്കെ ഉണ്ടാവാതെ ഈ സെൽ എന്ന് പറയുന്ന താഴെയായിരിക്കും. അതിന് തൊട്ടുപുറത്ത് വലിയ തരത്തിലുള്ള ആർമേഡ് വാഹനങ്ങളൊക്കെ നിറച്ചിട്ടുള്ള സെക്യൂരിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട്. NSG ഉണ്ട്. യൂണിഫോമിലും കവേർഡ് ഓഫീസർമാർ ഉൾപ്പെടെ, എന്ന് വെച്ചാൽ കവേർഡ് എന്ന് പറഞ്ഞാൽ യൂണിഫോം ഇല്ലാത്ത ഓഫീസർമാരെന്ന് ലളിതമായ അർത്ഥത്തിലെടുക്കാം. അതുകൂടാതെ സ്വാത്ത് കമാൻഡോസ് കാവലുണ്ട്. അങ്ങനെ അങ്ങേയറ്റത്തെ പഴുതടച്ച സുരക്ഷയിലാണ് റാണ ഇപ്പോൾ ഉള്ളത്. റാണയെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോടതി വരാന്തയിൽ റാണ ഇരിക്കുമ്പോൾ NIA ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാൻ കൊടുത്തു. അപ്പോൾ റാണ നിരസിച്ചു, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. കാരണം അയാൾക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്, ജെറ്റ് ലാഗ് ഉണ്ട്. ഇത്രയും ദൂരം അമേരിക്കയിൽ നിന്ന് ഫ്ലൈ ചെയ്ത് വന്നതാണല്ലോ. മാത്രമല്ല ഇത്തിരി വളഞ്ഞാണ് നമ്മൾ വന്നത്. ഇത്തിരി വളഞ്ഞെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ മുകളിൽ കൂടെ പറന്നില്ല. ഈ വരുന്ന വിമാനം പാകിസ്ഥാൻ്റെ മുകളിലൂടെ പറക്കണ്ട എന്ന് തീരുമാനം. നമ്മൾ ഈ പറഞ്ഞ പോലെ വിമാനം വാടകയ്ക്കെടുത്ത് പേരുമാറ്റി അതിൻ്റെ കോഡൊക്കെ മാറ്റിയിട്ടാണ് കൊണ്ടുവന്നെങ്കിൽ പോലും പാകിസ്ഥാൻ്റെ മുകളിൽ കൂടെ പറക്കുന്ന ഒരു റിസ്ക് നമ്മൾ ഒഴിവാക്കി. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ്റെ ഏറ്റവും വിലപിടിച്ച അസറ്റാണ് റാണ, തഹാവൂർ ഹുസൈൻ റാണ. ഈ റാണയിൽ നിന്ന് പല നിർണായക വിവരങ്ങളും പുറത്തു വരുന്നത് പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് റാണയെ ഭയപ്പെടുത്താൻ വിമാനം പോകുന്നുണ്ടെങ്കിൽ ഒരു മിസൈലോ വല്ലതും അയച്ച് തകർത്ത് കളഞ്ഞാൽ ഉണ്ടാവുന്ന അപകട ഭീഷണിയും ഭയന്ന് പാകിസ്ഥാൻ ഒഴിവാക്കിയിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ ഏതായാലും ജെറ്റ് ലാഗിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. അയാൾ വരാന്തയിലിരിക്കുന്നു. അപ്പോൾ അഭിഭാഷകർ പീയൂഷ് സച്ദേവും ലക്ഷ്യ ധീറിനെയും അയാൾ കണ്ടു. അയാൾ ആദ്യം ചോദിച്ചത്, ഇത് എത്ര സമയമെടുക്കും എൻ്റെ വിചാരണ, 1 വർഷത്തിനുള്ളിൽ തീരുമോ എന്ന് ചോദിച്ചു. ഉടനെ അഭിഭാഷകർ പറഞ്ഞു, അങ്ങനെയൊന്നും തീരില്ല, നിങ്ങൾക്കെതിരെ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പോലും 1 വർഷം എടുക്കും, കുറ്റപത്രം സമർപ്പിക്കാൻ പോലും, തെളിവെടുപ്പൊക്കെ നടക്കണ്ടേ. ഇപ്പം ഈ ഇന്ത്യയുടെ പല ഭാഗത്തും കൊണ്ടുപോകണം, കൊച്ചി വരെ കൊണ്ടുവരണം. ഇന്നലെ നമ്മളാണ് ആദ്യം ബ്രേക്ക് ചെയ്തത്, റാണയെ കൊച്ചി കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ പലയിടത്തും കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് ചാർജ് ഷീറ്റ് കൊടുക്കാൻ, കുറ്റപത്രം കൊടുക്കാൻ തന്നെ 1 വർഷം എടുക്കും. പിന്നെ 5 മുതൽ 10 വർഷം വരെ എടുക്കും കോടതി വിചാരണ നടപടികൾ. അത്രമാത്രം ഡോക്യുമെന്റ്സ് ഉണ്ട്. 166 പേര് മരിച്ചു, 360 പേർക്ക് പരിക്കേറ്റു. അതിൽ 6 പേര് അമേരിക്കക്കാരായിരുന്നു. ഇത്രയും ബൃഹത്തായ അതീവ ഗുരുതരമായ ഒരു കേസാണ്. അതിൻ്റെ വിചാരണയ്ക്ക് അത്രയും ഡോക്യുമെൻസും എല്ലാം പരിശോധിച്ച് 166 പേരുടെ കൊല്ലപ്പെട്ടവരുടെ വിവരങ്ങളും ഇതെല്ലാം വിചാരണയ്ക്ക് വരുമല്ലോ. അതുകൊണ്ട് 5 മുതൽ 10 വരെ എടുക്കും. അപ്പോൾ റാണ പറഞ്ഞു, എനിക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് വയറിന് പ്രശ്നമുണ്ട്, കിഡ്നിക്ക് പ്രശ്നമുണ്ട്, ഡയബറ്റിക് ആണ് എന്നൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോഴേക്ക് കോടതിയിൽ ഇത് പറഞ്ഞു. കോടതി പറഞ്ഞു, ഓരോ 48 മണിക്കൂറിലും ഇയാൾക്ക് ആരോഗ്യ പരിശോധന നടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ റാണയുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. NIAയുടെ IG ഉൾപ്പെടെയാണ് ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യലിന് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇയാളുടെ IS ബന്ധം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ആദ്യ ദിവസം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിനിടയ്ക്ക് റാണ അഭിഭാഷകരോട് ഒരു കാര്യം ചെയ്തു. അമേരിക്കയിൽ 5th അമെൻഡ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മുടെ മൗലികാവകാശങ്ങൾ പോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടല്ലോ, അതിന് തുല്യമായി അമേരിക്കയിലുള്ള ഒന്നാണ് 5th അമെൻഡ്മെൻറ്റ്. 5th അമെൻഡ്മെൻറ്റിലുള്ള
വ്യവസ്ഥ പ്രകാരം ഒരാൾക്ക് അയാൾക്കെതിരെ മൊഴി കൊടുക്കാതിരിക്കും. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഞാൻ അവനെ കൊന്നു, ഞാനത് ചെയ്തു എന്നൊക്കെ ചോദിച്ചാൽ വെളിപ്പെടുത്താതിരിക്കാനുള്ള അവകാശമുണ്ട്. അത് ഇന്ത്യയിൽ ലഭ്യമാകുമോ എന്ന് റാണ അഭിഭാഷകരോട് ചോദിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ ഈ നമ്മുടെ ഏജൻസികൾ, നിങ്ങൾ അവിടെ അവർക്ക് എന്തെല്ലാം സഹായം ചെയ്തു, നിങ്ങൾ ആരെയൊക്കെ കണ്ടു എന്നൊക്കെ ചോദിച്ചാൽ അത് എനിക്ക് പറയാതിരിക്കാനുള്ള അവകാശമുണ്ടോ എന്ന് ചോദിച്ചു. അതായത് നമ്മുടെ അന്വേഷണവുമായി സഹകരിക്കാതിരിക്കാൻ റാണ ഇപ്പോൾ ആലോചിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അപ്പോൾ അതുകൊണ്ട് അതെല്ലാ കുറ്റവാളിയും അങ്ങനെയാണ്, താൻ ചെയ്ത കാര്യങ്ങൾ ആദ്യം ഒന്നും പറയത്തില്ല, പിന്നീട് ആ ചോദ്യം ചെയ്യലിൻ്റെ രീതിയും സ്വഭാവവും ഒക്കെ മാറി വരുമ്പോഴത്തേക്കാണ് ഇത് പറഞ്ഞു പോകുന്നത്. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ഞാൻ കേസിൻ്റെ പേര് പറയുന്നില്ല, CBI അന്വേഷിച്ച ഒരു കേസാണ്. CBI അന്വേഷിച്ച കേസിൽ ഈ പറഞ്ഞ പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ്. ആളുകൾക്ക് ഊഹിക്കാമെങ്കിൽ ഊഹിച്ചോളൂ. ആ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളായിട്ടുള്ള ആളുകളെ കസ്റ്റഡിയിൽ കിട്ടിയപ്പോൾ അതിനകത്തൊരു സ്ത്രീയായ പ്രതി ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഒരു തരത്തിലും ഒരു കാര്യവും സംസാരിക്കില്ല. അപ്പോൾ നമ്മൾ മമ്മൂട്ടിയുടെ സിനിമയുണ്ടല്ലോ, ആ സിനിമയെ കാണിക്കുന്നത് പോലെയുള്ള രംഗങ്ങളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടിരുന്നു. ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര അതിഭീകരമായ പ്രകാശമുള്ള മുറിയിലിരുത്തുക, ശരീരത്തിലൊന്നും തൊടുന്നില്ല. അവരുടെ സാഹചര്യങ്ങളൊക്കെ അങ്ങ് പെട്ടെന്ന് CBI അങ്ങോട്ട് മാറ്റി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ തത്ത പറയുന്ന പോലെ പറഞ്ഞു. അപ്പോൾ റാണയെ സംബന്ധിച്ച് റാണ ഇപ്പോൾ പരീക്ഷണനാണ്. റാണ പറയുന്നത്, ഞാൻ എൻ്റെ ഈ കേസ് അമേരിക്കയിൽ പരിഗണിച്ചപ്പോൾ എനിക്ക് ബന്ധമൊന്നും ഇല്ലെന്ന് കണ്ടു. എന്നെ എന്നിട്ട് ഞാൻ ഒരു 5-8 വർഷക്കാലം അവിടെ കഴിഞ്ഞു. കോവിഡ് വന്നപ്പോൾ എന്നെ വെറുതെ വിട്ടതാണ്, വീണ്ടും ഇന്ത്യ പിടിച്ച് ദ്രോഹിക്കുന്നു എന്തൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ആ കൂട്ടത്തിൽ അമേരിക്ക ഒരു പ്രധാനപ്പെട്ട സ്കൈ മാർഷൽസിൻ്റെ അകമ്പടിയോടെ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നതിൻ്റെ ഫോട്ടോഗ്രാഫ്സും അമേരിക്കൻ ഇൻ്റലിജൻസിന് ചില റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളെ കുറിച്ച് നേരത്തെ സിനു ഇവിടെ പറഞ്ഞതാണ്, വേറൊരു ടോക്കിൽ സിനു പറഞ്ഞതാണ്. അതായത് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, റാണയും ഹെഡ്ലിയും ദാവീദ് ഗിലാനിയും തമ്മിലുള്ള സംഭാഷണം ഇൻ്റർസെപ്റ്റ് ചെയ്തു. ഇവർ തമ്മിലുള്ള ടെലിഫോൺ സന്ദർശനം അവർ ചോർത്തിയെടുത്തു. അമേരിക്ക ചോർത്തിയെടുത്തിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, ഇന്ത്യക്കാർ ഇത് അർഹിക്കുന്നതാണ്. 166 പേരെ കൊന്ന ഈ മുംബൈ ഭീകരാക്രമണം ഇന്ത്യക്കാർ അർഹിക്കുന്നതാണ്. അതും മാത്രമല്ല, അതിൻ്റെ കൂടെ അപ്പം ഇന്ത്യക്കാർ അർഹിക്കുന്നൊരു ശിക്ഷ നമ്മൾ കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ റാണയ്ക്കും ഹെഡ്ലിക്കും അമേരിക്കൻ സൈനിക സ്കൂളിൽ ഒന്നിച്ചു പഠിച്ചവരാണ്, അല്ല പാകിസ്ഥാൻ സൈനിക സ്കൂളിൽ ഒന്നിച്ചു പഠിച്ചവരാണ്. പാകിസ്ഥാൻ ആർമിയിലെ ക്യാപ്റ്റൻ ആയിരുന്നു റാണ. തഹാവൂർ റാണ പാകിസ്ഥാൻ ആർമിയുടെ ക്യാപ്റ്റൻ ആയിരുന്നു. പാകിസ്ഥാൻ ട്രെയിൻ ചെയ്ത തീവ്രവാദികളാണ് ലഷ്കർ. സൈന്യം തന്നെ നേരിട്ട് പരിശീലനം കൊടുത്ത ലഷ്കർ തീവ്രവാദികളാണ് ബോംബെയിൽ ആക്രമണം നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഇവർ തമ്മിലെ ടെലിഫോൺ സംഭാഷണത്തിൽ റാണ ഹെഡ്ലിയോട് പറയുന്നത് അമേരിക്ക ഇൻ്റർസെപ്റ്റ് ചെയ്ത് ചോർത്തിയെടുത്തതിൻ്റെ ഡീറ്റെയിൽസും ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് നമ്മുടെ 9 പേർ കൊല്ലപ്പെട്ടു, വീണുപോയി. അവർക്ക് പാകിസ്ഥാൻ സൈന്യം കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമതി, യുദ്ധത്തിൽ മരിക്കുന്ന പോരാട്ടം നടത്തി മരിക്കുന്ന പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ, നമ്മൾ മഹാവീര ചക്രം, പരംവീര ചക്രം എന്നൊക്കെ പറയുന്ന പോലെ പാകിസ്ഥാൻ കൊടുക്കുന്ന ഏറ്റവും വലിയ സൈനിക ബഹുമതി നിഷാൻ-ഇ-ഹൈദർ ആണ്. അപ്പോൾ ഇന്ത്യയിൽ മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയ 9 പേർക്കും നിഷാൻ-ഇ-ഹൈദർ കൊടുക്കണമെന്ന് റാണ ഹെഡ്ലിയോട് പറയുന്നത് അമേരിക്ക ചോർത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ വന്നിരിക്കുന്ന 9 പേരും പാകിസ്ഥാൻ സൈനികരാണ്. എന്നിട്ടാണ് അവർക്ക് മറ്റൊരു തീവ്രവാദം, അല്ല പിന്നെ തീവ്രവാദിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ കാർഗിൽ യുദ്ധം ആലോചിക്കണം. കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ പട്ടാളക്കാർ, തമ്മിലുള്ള കരാറുണ്ട്, മഞ്ഞുകാലത്ത് 2 സേനയും മാറുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യൻ പോസ്റ്റുകളിൽ നമ്മൾ ഇറങ്ങി പോകുന്നപ്പോൾ ഇവർ നുഴഞ്ഞു കയറി പാകിസ്ഥാൻ ആർമി അതിൻ്റെ മുകളിലെത്തി, ഡാസിലും ടൈഗർ ഹിൽസിലും ഒക്കെ. അത് നമ്മൾ പിടിച്ചെടുത്ത് തോക്കുമ്പോൾ ആ മലകളിൽ മുഴുവൻ പാകിസ്ഥാൻ പട്ടാളക്കാരുടെ ജനങ്ങൾ കിടക്കുകയായിരുന്നു. നമ്മൾ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പട്ടാളക്കാരുടെ മൃതശരീരങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ഞങ്ങൾക്ക് വേണ്ട, അത് ഞങ്ങളുടെ പട്ടാളക്കാരല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളാണ് അവരുടെ ശരീരങ്ങൾ സൈനിക ബഹുമതിയോടെ അവരുടെ ആചാരപ്രകാരം മുല്ലാമാരെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ സംസ്കരിച്ചു. അന്ന് പോലും സ്വന്തം സൈനികരാണെന്ന് സമ്മതിക്കാത്ത പാരമ്പര്യമാണ് പാകിസ്ഥാനുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ക്യാപ്റ്റനായിരുന്ന റാണ ഹെഡ്ലിയോട് പറയുന്നത് ഇവർക്ക് സൈനിക ബഹുമതി കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ടും ഈ ആക്രമണത്തിൽ, മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവർ സൈന്യവുമായി ബന്ധമുള്ളവരാണെന്ന് ഉറപ്പിക്കുന്ന വളരെ വൈറ്റലായിട്ടുള്ള ഡോക്യുമെൻ്റ് പുറത്ത് അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് അമേരിക്ക വിചാരണ ചെയ്തു, എന്നെ പിന്നെയും ആവശ്യമില്ലാതെ ദ്രോഹിക്കുകയാണ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഇയാളുടെ മാനസികാവസ്ഥയും ആരോഗ്യസ്ഥിതിയും ഒക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. അവിടെ തന്നെ ജയിലിൽ കിടന്നു 5-8 വർഷം, 7-8.5 വർഷത്തോളം അമേരിക്കൻ ജയിലിൽ കിടന്നു. ഇനി ഇന്ത്യയിൽ വിചാരണ
വിചാരണക്കാലത്ത് മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും. ഇയാളെ പോലുള്ള ഒരാളെ ഒരു കാരണവശാലും പുറത്ത് വിടത്തില്ല, കോടതിയും സമ്മതിക്കത്തില്ല, ജാമ്യം ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലം അത്രയും വിചാരണ 5 വർഷമോ 10 വർഷമോ കഴിഞ്ഞാലും ജയിലിൽ കഴിയേണ്ടി വരും. ഇപ്പോൾ തന്നെ ഇയാൾ മാനസികമായി തകർന്നിട്ടുണ്ട്. ഇനി രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്ന് റാണയ്ക്ക് ബോധ്യമായിട്ടുണ്ടെന്നാണ് നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് റാണ ഒരുപക്ഷെ സ്വന്തം സെല്ലിൽ ആത്മഹത്യ ചെയ്തേക്കുമോ എന്നുള്ള ആശങ്ക ഇന്ത്യൻ ഏജൻസികൾക്ക് ഇപ്പോൾ തന്നെയുണ്ട്. അതുകൊണ്ട് റാണ ആവശ്യപ്പെട്ട പല സാധനങ്ങളും കൊടുത്തില്ല. അയാൾ പറഞ്ഞു, എനിക്ക് ബെഡ്ഷീറ്റ് വേണം, കിടക്ക വേണം, ഒന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ഉപയോഗിച്ചാൽ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എനിക്കെന്നാൽ ഒരു പേന തരണമെന്ന് പറഞ്ഞു. അയാൾക്കൊരു പേനയും നോട്ട് പാഡും കൊടുത്തു. പേന സോഫ്റ്റ് പിന്നുള്ള പേനയാണ് കൊടുത്തത്. എന്ന് വെച്ചാൽ വളരെ ഈ നാര് കൊണ്ടുള്ള നമ്മൾ ഈ പൈലറ്റിൻ്റെയൊക്കെ മൈക്രോ ടിപ്പ് പെന്നുണ്ട്, അതിൻ്റെ ടിപ്പെന്ന് പറയുന്നത് മെറ്റലല്ല, ഒരു നാരാണ്. അത് അമർത്തി കുത്തിയാൽ ഒടിഞ്ഞു പോകും. അപ്പോൾ ഒരു പേന കുത്തിക്കെറ്റി പോലും ഇയാൾ ചാവരുതെന്ന് കരുതിയിട്ട് സോഫ്റ്റ് പിന്നുള്ള ഒരു പേനയാണ് റാണയ്ക്ക് കൊടുത്തതെന്നും പറയുന്നു. അപ്പോൾ അങ്ങനെ ഇയാളെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അസറ്റാണ്. ഇയാളിലൂടെ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനുണ്ടെന്ന് പറയുന്നത് കൂട്ടത്തിൽ ഇനി ചോദ്യം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇയാൾ നവംബർ 8 മുതൽ 21 വരെ, നവംബർ 26-നാണ് മുംബൈ സ്ഫോടനം നടന്നത്. നവംബർ 8 മുതൽ 21 വരെ പുഷ്കർ, ഗോവ, ദില്ലി, കേരള തുടങ്ങിയ സ്ഥലങ്ങൾ, കേരളത്തിൽ കൊച്ചിയിലാണ്, തുടങ്ങിയ സ്ഥലങ്ങളിൽ വന്നിരുന്നു. ഇവിടങ്ങളിൽ എന്തിനു പോയി, ആരെയൊക്കെ കണ്ടു എന്നറിയാനുള്ള ഒരു അന്വേഷണ ചുമതലയാണ്. അവിടെങ്ങളിൽ IS-ന്റെ സ്ലീപ്പർ സെല്ലുകളെ ഇയാൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? കാരണം ലോക്നാഥ് ബെഹ്റ ഈ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. അമേരിക്കയിൽ പോയി ചോദ്യം ചെയ്തതാണ്. ആ ബെഹ്റയാണ് റിട്ടയർ ചെയ്തപ്പോൾ ഇവിടെ IS-ന്റെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞത്. ഈ സ്ലീപ്പർ സെല്ലുകളെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റാണ വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. അതുമാത്രമല്ല, നവംബറിലാണ് മുംബൈ സ്ഫോടനം നടക്കുന്നത്. നവംബർ 16-നോ 17-നോ ആണ് റാണ കൊച്ചിയിലെത്തിയത്. അതിനും ഒരു മാസം മുമ്പ് ഒക്ടോബറിൽ കുപ്വാരയിൽ, കാശ്മീരിലെ കുപ്വാരയിൽ നടന്ന ഏറ്റുമുട്ടലിൽ പട്ടാളവുമായി ഏറ്റുമുട്ടി 6 മലയാളി ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു. ഇവിടെ നിന്ന് റിക്രൂട്ട് ചെയ്ത കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസുണ്ടല്ലേ, ലഷ്കറിന് വേണ്ടി റിക്രൂട്ട് ചെയ്തു. അപ്പോൾ ലഷ്കറിൻ്റെ ആളായിരുന്നു റാണ. അപ്പോൾ റാണ നവംബറിൽ ഇവിടെ വന്നു, ഒക്ടോബറിൽ അതിനു മുമ്പ് 6 പേർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. NIA-യുടെ ഡെപ്യൂട്ടി DIG ആയിട്ടുള്ള ജയ റോയി ആണ് ഇവിടെ റാണയുടെ യാത്രകളെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുന്നതെന്നാണ് നമുക്ക് അറിയാവുന്ന വിവരം. അപ്പോൾ ഏതായാലും നവംബർ 8 മുതൽ 21 വരെയുള്ള റാണയുടെ ഇന്ത്യയുടെ ഈ പ്രധാനപ്പെട്ട പുഷ്കർ, ഗോവ, ദില്ലി, കൊച്ചി ഈ സ്ഥലങ്ങളിൽ റാണ എന്തിനു വന്നു എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണവും ചോദ്യം ചെയ്യലും ഇപ്പോൾ നടക്കാൻ പോകുന്നത്. റാണയും കൊണ്ട് ഏറ്റവും അടുത്ത ദിവസം, ഈ 18 ദിവസം കിട്ടിയിട്ടുള്ളൂ, 18 ദിവസത്തിൽ, അടുത്ത 17 ദിവസത്തിനുള്ളിൽ ഒരു ദിവസം റാണ കൊച്ചിയിലെത്തിയാലും അത്ഭുതമല്ല, ഉറപ്പായിട്ടും വരും. അല്ലെങ്കിൽ പ്രോസസ്സാണ്. കാരണം ഇപ്പോൾ കോടതിയോട് ഇന്നലെ തന്നെ എന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ 20 ദിവസം ചോദിച്ചിട്ട് 18 തന്നുള്ളൂ. പക്ഷേ അതും പോരാ, രാജ്യത്തിൻ്റെ പല ഭാഗത്തുകളെ കൊണ്ടുപോകേണ്ടതുണ്ട്, ട്രാവലുണ്ട്. അതുകൊണ്ട് റിമാൻഡ് കാലാവധി ഇത് പോരാന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതി അനുവദിക്കാനാണ് സാധ്യത. അപ്പോൾ ഏതായാലും റാണയെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള പുതിയ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് പ്രേക്ഷകരോട് പറയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും മാധ്യമങ്ങളിൽ വന്നിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം കൃത്യമായി നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ പറയുമ്പോൾ മറ്റു മാധ്യമങ്ങൾ പറയാത്ത എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ റാണ ഇട്ട ചെരുപ്പിൻ്റെ കാര്യം വരെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഭാവനയല്ല, ഒറിജിനൽ സോഴ്സിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് പ്രേക്ഷകർ ശങ്കിക്കേണ്ട. നമ്മളിത് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ മറ്റാരേക്കാളും പിന്നിൽ പോവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.